ചപ്പാത്തിക്കും ചോറിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ടേസ്റ്റി ആയ ചെറുപയർ കറിയാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, വേണമെങ്കിൽ ഒരു സവാളയും എടുക്കാം. പിന്നെ ചെറുപയർ കറി എന്ന് പറയുമ്പോൾ ആവശ്യം ചെറുപയറാണല്ലോ. അപ്പോൾ ചെറുപയർ കുതിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേവിക്കാം, അങ്ങനെ വേവിക്കാം. ഞാൻ കുതിർത്തിയിട്ടല്ല, ഞാൻ ചെറുപയർ കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു 6 വിസിൽ വരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ ചെറുപയർ വേവിക്കുന്ന കൂട്ടത്തിൽ നമ്മളതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്തു. അതുപോലെ തന്നെ ഈ പച്ചമുളക് ഞാൻ മുഴുവനായിട്ട് ഇടുകയാണ്. നമ്മൾ വാങ്ങിക്കുന്ന പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ടാൽ മതി കേട്ടോ. അത് നമ്മൾ വീട്ടിലുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ നിങ്ങൾ ചെറിയ ഉള്ളി ചേർക്കച്ച അങ്ങനെ ചേർത്തോളൂ. ഇല്ലെങ്കിൽ സബോള, ഒരു പകുതി സബോള, അതുപോലെ ഒരു തക്കാളി, ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആവശ്യമില്ല എന്നാലും ഒരു ബേ ലീഫും ഞാൻ ചേർക്കുന്നുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുത്താം. ആവിയൊക്കെ പോയി തുറന്ന് നോക്കുമ്പോൾ ഈ പരുവായിട്ടുണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അത് ഉടഞ്ഞു പോകും, എന്നാലും ഒന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രീമി സ്റ്റേജിൽ കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്തിടുന്നതാണ് ആവശ്യം. അപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 1 സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല വെച്ചാൽ വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ ആ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും, അതുപോലെ തന്നെ നമ്മുടെ 1/4 ടീസ്പൂൺ സാധാരണ ജീരകവും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽ മുളകും ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മുടെ ചെറുപയർ വേവിച്ചതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നിങ്ങൾക്ക് എത്രയാണോ കട്ടി ആവശ്യം അല്ലെങ്കിൽ ലൂസായിട്ട് വെച്ചാൽ അതനുസരിച്ച് വെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മൾ ഈ വറുത്ത സാധനങ്ങളുണ്ടല്ലോ, ഉള്ളിയൊക്കെ കൂടിയിട്ട് എണ്ണയിൽ മൂപ്പിച്ചത്, അത് ഈ കറിയിലേക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ.